ഏതെല്ലാം വിധത്തിൽ ആനന്ദിപ്പിച്ചതെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യടേ. കുട്ടി കഥ തുറന്നിറങ്ങിപ്പോയെന്ന് കേട്ടിട്ട് എനിക്കും അതിശയം തോന്നുന്നു. ഇപ്പൊ എനിക്കും അതിശയം തോന്നുന്നു. ശരിക്കും ഓർമ്മയുള്ളപ്പോ ഞാൻ അങ്ങേ മുറ്റത്ത് കാവനെടുത്തുള്ള പനഞ്ചോട്ടിൽ കിടക്കുകയായിരുന്നു. ഗന്ധർവനെ കാണുന്നില്ല. പെട്ടെന്ന് എനിക്ക് ഭയം തോന്നി ഞാൻ ഓടിപ്പോന്നു. എന്റെ ശരീരം മാത്രം നോക്കൂ. കപ്പയോട് ഗന്ധ വരണില്ലേ? നോക്കൂ. ഈശ്വര, ഈ കുട്ടി എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്തൊക്കെ സംഭവിക്കുമോ എന്തോ. മുത്തശ്ശിയെന്ന് ആ നമ്പൂരിയെ കൊണ്ട് സംബന്ധം കഴിപ്പിക്കാൻ ആലോചിക്കുക. നങ്ങേലി മുത്തശ്ശിയെ അനുഗ്രഹിച്ചതുപോലെ എന്റെ ഗന്ധർവൻ എന്നെയും അനുഗ്രഹിക്കും. ആ, അനുഗ്രഹിക്കട്ടെ. ആ കിളവൻ നമ്പൂരി സംബന്ധക്കാരനാകുന്നതിനെക്കാട്ടി നല്ലതാ. ചുമ്പെളുത്ത കുളിർഗംഗകൾ കോമളാങ്ങിക്കറ്റം കറുത്ത് വളർന്നിതുമാർ വിടത്തിൽ തിക്കിത്തിരക്കി അതുകൾക്കിടയിൽ തൊടുത്താനൊക്കാത്ത മട്ടിലൊരു തറവാട്ടൊന്നുമില്ലേ? നോം വരുന്ന കാര്യം ഗോവെന്ന് പറഞ്ഞില്ലേ? വന്നേക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്റെ മകളാണ്. അപ്പോ ലക്ഷ്മിയുടെ ആളിന്ന് വെച്ചാൽ തൊഴിന്നർത്ഥം. കിഷൻ, നീ ആ ചെല്ലം ഗോവിന്ദന്റെ കൈ കൊടുത്തിട്ട് പൊയ്ക്കോളൂ. നോം ഇന്നില്ലത്തേക്കില്ല. പേടിയോട് പറഞ്ഞേക്കൂ. പൊയ്ക്കോളൂ. തിരുമേനി, ഒന്നും വേണ്ട. നോ ഇവിടെ തന്നെ ഇരുന്നോളാം. നോ ഇവിടെ വന്നിട്ട് കാലായിരിക്കണു. സത്യം പറയാച്ചാൽ ലക്ഷ്മി വയസ്സറിയിച്ച് കഴിയും തന്നെ ഗോവിന്ദ പറഞ്ഞതിന് ശേഷം നോ പറഞ്ഞേ. ലക്ഷ്മി, ആ ചെല്ലെടുത്തോണ്ടോ വിളിക്കുന്നു. നീ പോ ചെല്ലെടുത്തിട്ട്. നോ അവസാനമായി കാണുമ്പോൾ തറവാട്ടമ്മയ്ക്ക് നല്ല മോശിയായിരുന്നു. ഇപ്പൊ പ്രായേറെ ആയില്ലേ തിരുമേനി? ഇപ്പോഴും മോശിക്ക് ഒരു കുറവുമില്ല. എന്താ ശ്ലോകം? തെല്ലു വളഞ്ഞു ചരിഞ്ഞു കിടക്കുന്നു മലീശ്വരന്റെ ഒടിഞ്ഞ വില്ല് പോലവേ. ലക്ഷ്മി എതുവരെ പഠിച്ചു? അവള് രഘുവംശം വരെ പഠിച്ചു. ആ ഇടയ്ക്ക് കാരണവര് മരിച്ചു. പിന്നെ പഠിപ്പിലൊന്നും അത്ര ശ്രദ്ധിക്കുകയുണ്ടായില്ല. അപ്പൊ ശൃംഗാര കാവ്യങ്ങളൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. അത് സാരമില്ല, ഞാൻ പഠിപ്പിച്ചോളാം. ഈ ശ്ലോകം ഓർമ്മയുണ്ടോ? അല്ല, നിനക്ക് ഓർമ്മയുണ്ടോ? ഇതാക്ഷണം പത്മഷു താടിതാധര പയോധുർസേധൂർണിത വലീഷു തസ്യാ സ്കലിത പ്രഭേദിരേ ക്രമേണ നാഭിം പ്രഥമോധവിന്ദവാ. ഇതിന്റെ അർത്ഥം മനസ്സിലായോ? അർത്ഥം അറിയോ? എനിക്കറിയില്ല. അറിയില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അതിനെപ്പറ്റിയുള്ള വിൽപ്പത്തി ഉണ്ടാവില്ല. ഇത് പാർവതിയുടെ ശരീരവർണ്ണയാണ് കേട്ടോ. പോയിന്ന അടിയെ എന്നാ മനസ്സിലായിക്കോളൂ. സ്ഥിതാക്ഷണം പഷ്പസു. ഒരു മഴത്തുള്ളി ഇമകളിൽ വീണിട്ട് അത് അവിടെ അങ്ങനെ തങ്ങി നിന്നു. അത്ര നിബിഡമാണ് ഇമകൾ എന്നർത്ഥം. താടിതാതര അത് അധരത്തിൽ വീണിട്ട് ഒരു കോട്ടവും തട്ടാതെ അത് താഴോട്ട് വീണു. അത്ര മൃദുലമാണ് അധരം എന്നർത്ഥം. അതെ, കുജങ്ങളിൽ വീണിട്ട് ഇങ്ങനെ പൊട്ടി ഇങ്ങനെ തെറിച്ചു. അത്ര ദൃഢമാണ് പാർവതിയുടെ കുജങ്ങൾ എന്നർത്ഥം. ക്രമേണ നാഭീം പ്രഥമോദബിന്ദവ. അതേ മഴത്തുള്ളി തന്നെ താഴോട്ട് ആ രോമാവലികളുടെ ഇടയിൽ കൂടി ഒഴുകി ഒഴുകി ആ നാഭിക്കുഴി എത്തിയപ്പം അത് അത്രമേ ഉണ്ട്, ഒരു കുറവില്ല. അപ്പൊ പാർവതിയുടെ ശരീരം അത്ര മൃദുവാണ് എന്നർത്ഥം. ശിവം ഭവതു കല്യാണം ആയിരാരോഗ്യവർദ്ധന മമ ദുഃഖ വിനാശായ കുട്ടി ഇത്ര മണ്ടിയായിരുന്നു. തന്റേടമായിട്ട് നിൽക്കണം. ആ മുതുക്കൻ നമ്പൂരിയെ വേണ്ടെന്ന് തീർത്തും പറയണം. അപ്പോ സമയം ഇന്ന് വൈകുന്നു. നോ പുടവ് കൊണ്ടുവന്നിട്ടുണ്ട്. ലക്ഷ്മി അങ്ങോട്ട് പിടിച്ചോളൂ. ഇതങ്ങോട്ട് കൊടുത്തേക്കാം. ഇന്ന് സംബന്ധം കൂടാൻ നല്ല നാളാ.
തറവാട്ടിലെ കാരണവസ്ഥാനം വാസവനല്ലേ, അവനെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവനും കൂടെ അങ്ങോട്ട് വന്നിട്ട് പോരെ. അവനോട് എന്താ അഭിപ്രായം ചോദിക്കാതിരിക്കണു? ആ കൊച്ചു കുട്ടിയല്ലേ അല്ലേ കോയിന? തറവാട്ടമ്മ തീരുമാനിക്കുന്നതിലപ്പുറം ഒന്നും വാസുയോഗിഞ്ഞ് പറയല. എന്നാലും അവനും കൂടി ഇങ്ങോട്ട് വന്നോട്ടെ. മനുഷ്യന് വലിയ അലോസരായല്ലോ. ഇന്ന് ഇവിടെ തന്നെ ശക്തികളാന്ന് വിചാരിച്ചിട്ടാ പുറപ്പെട്ടത്. കിഷനെയും പറഞ്ഞ് അയച്ചു കഴിഞ്ഞു. എന്നാ തിരുമേനി ഇന്ന് പോണ്ട, ഇവിടെ പൂമ തന്നെ കിടക്കി വെക്കാം. അല്ല അങ്ങനെ ഇപ്പൊ ശയിച്ചിട്ട് എന്താ കാര്യം? സംബന്ധം കൂടുന്ന വാസുയോഗിഞ്ഞ് വന്നിട്ട് പോരെ. ഇന്ന് തിരുമേനി പൂമത്ത് കിടന്നാട്ടെ. ഇപ്പൊ തറവാട്ടമ്മയുടെ നിശ്ചയം അങ്ങനെയാണെന്ന് വെച്ചാ പിന്നെ അങ്ങനെ നടക്കട്ടെ.